അവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഇഷ്ടം എന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ കൈലാസ സ്വാമികൾ നമ്മുടെ ലയയോടും മനസ്സനയോടും കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇഷിതയാണ് ഇതിൻ്റെ പിന്നിലെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം മനസ്സിന് പറയുന്നത് സ്വാമി എല്ലാം പറഞ്ഞത് ശരിയാണ്, സത്യമാണെന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പോൾ നമ്മുടെ ലയ ചോദിക്കുന്നത് എനിക്കൊരു കുഞ്ഞിനെ വേണം സ്വാമി എന്ന് പറയുന്നു. സന്താനലബ്ധി പൂജ ചെയ്യണമെന്ന് പറയുന്നു. അതിന് ഒരുപാട് പണച്ചിലവൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ലയ പറയുന്നത് എൻ്റെ മുഴുവൻ സ്വത്തുക്കളും തരാം, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, എനിക്കൊരു കുഞ്ഞിനെ വേണമെന്ന് തന്നെ പറയുകയാണ്. അപ്പോൾ കൈലാസ സ്വാമി കണ്ണു തുറന്ന് മനസ്സിൽ വിചാരിക്കുകയാണ്, ഇവളെ എനിക്കങ്ങ് ബോധിച്ചു എന്നുള്ള രീതിയിൽ പറയുകയാണ്. അപ്പോൾ പറയാം പുറത്തേക്ക് ചെന്നാൽ മതി, കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും, നമ്പർ അവിടെ കൊടുത്താൽ മതി എന്നുള്ള രീതിയിലൊക്കെ പറയണം. അപ്പോൾ ലയ അമ്മയോട് പറയാണ്, അമ്മ സ്വാമിക്ക് ദക്ഷിണ കൊടുക്കുക. അപ്പം കൈലാസ് പറയണം, അയ്യോ ദക്ഷിണ ഇതിൻ്റെ അകത്ത് തരൽ പുറത്ത് എന്നാൽ മതി എന്ന് പറയണം. അങ്ങനെ പുറത്തേക്ക് അവർ ഇറങ്ങുകയാണ്. ആ സമയത്ത് അസിസ്റ്റൻറ്റിനോട് പറയണം, നീ പോയി ഒരു 10 ലക്ഷം രൂപ മേടിച്ചോളാൻ പറയുന്നു. അങ്ങനെ 10,000 രൂപ മേടിക്കാൻ പറയുന്നു. അങ്ങനെ അയാളും പുറത്തേക്ക് പോകുന്നു. പിന്നീട് നമ്മുടെ ആദ്യ സ്കൂളിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ചിപ്പി അങ്ങോട്ട് ചെല്ലുന്നു. അപ്പോൾ ആദ്യമായിട്ടാന്ന് വിളിക്കുന്നു. അപ്പോൾ ആദ്യമാണ് സന്തോഷത്തോടെ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നു. എന്താ നീ പോയില്ലേന്ന് ചോദിക്കുന്നില്ല, അമ്മ വരും കൂട്ടാൻ എന്നുള്ള രീതിയിൽ ചിപ്പി പറയുകയാണ്. അങ്ങനെ ആദ്യം ഒരു ചോക്ലേറ്റ് എടുത്ത് ചിപ്പിക്ക് കൊടുക്കുകയാണ്. ചിപ്പി അത് കഴിക്കുന്നു. ആദ്യയുടെ വായിലും വെച്ച് കൊടുക്കുന്നു. അപ്പോൾ ചിപ്പി ചോദിക്കുന്നു, ആദ്യമായിട്ടനെ എന്നെ കാണാതിരിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം പറയാൻ നമ്മൾ രണ്ട് വീട്ടിലല്ലേ എന്നുള്ള കാര്യമൊക്കെ പറയുന്നു. എന്തായാലും ഞാൻ അമ്മയ്ക്കും ഈ ചോക്ലേറ്റ് കൊടുക്കുക, അമ്മയോട് പറയും ആദ്യേട്ടൻ തന്നതാണ്, അമ്മയ്ക്കും ആദ്യേട്ടനെ ഇഷ്ടമാണെന്നൊക്കെ പറയും. അപ്പോൾ ഇഷിതയുടെ കാര്യം പറയുമ്പോൾ നമ്മുടെ ആദിക്ക് അങ്ങ് പിടിക്കുന്നൊന്നുമില്ല, എങ്കിലും ആദ്യം ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കുന്നു. അപ്പം ഇഷിതയുടെ കാർ അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ആദ്യം പറയുന്നത് ഞാൻ പോകാമെന്ന് പറയുന്നു. അങ്ങനെ ഇഷിതയുടെ അടുത്ത് ചിപ്പി ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കും. അപ്പോൾ ഇതൊക്കെ ആദ്യം മറഞ്ഞു നിന്ന് കാണുകയാണ്. ഇഷിതയ്ക്ക് ചോക്ലേറ്റ് ഒക്കെ കൊടുക്കുന്നതൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ അവനിങ്ങനെ ഒരു സന്തോഷമില്ലാത്ത പോലെ അങ്ങ് പോവുകയാണ്. പിന്നീട് നമ്മുടെ ലയയും മനസ്സിനെ വീട്ടിലെത്തുകയാണ്. അവർക്ക് പിന്നെ ആശു ഉണ്ടല്ലോ അവിടെ എല്ലാത്തിനും മണ്ടേ കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആശുവിനെതിരെ ലയ പ്രതികരിക്കുകയാണ്, നിൻ്റെ അനിയത്തിയാണ് എൻ്റെ ജീവിതം തകർത്തെന്നും എനിക്ക് കുഞ്ഞിനെ ഇല്ലാതെയാക്കിയതെന്നും അവൾ മോശക്കാരിയാണെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ ആശുവിനെ അത്രയും പിടിക്കുന്നില്ല. അപ്പോൾ ആശുവും തിരിച്ചു പറയുമ്പോൾ ലയ ഒരു അടി വെച്ച് കൊടുക്കും. രണ്ടാമത് അടിക്കാൻ കഴിയുമ്പോൾ മാധവ് വന്ന് കയ്യിൽ പിടിക്കും. ഇനി ഏട്ടത്തെ തല്ലരുതെന്ന് പറയും. നീ എന്തോ നിനക്കാണ് മാനസിക പ്രശ്നം എന്നുള്ള രീതിയിലൊക്കെ മാധവ് പറയുകയാണ്. ഒരു സമാധാനത്തിന് വേണ്ടിയാണ് വന്നത്, ഇവിടെ അതിന് കിട്ടത്തില്ല എന്നുള്ള പറയും. അപ്പോൾ പറയും, അമ്മ സ്വാമി പറഞ്ഞു കൊടുക്കുക, ഇയാൾക്ക് ഇപ്പോഴും ഇഷിതയോടാണ് ഇഷ്ടം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. സ്വാമി പറഞ്ഞതൊക്കെ കറക്റ്റാണെന്നുള്ള രീതിയിൽ പറയും. അങ്ങനെ മാധവ് ദേഷ്യപ്പെട്ട് മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ ലയയും അവിടെ തന്നെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ലയ പറയാം, അമ്മേ എനിക്ക് മാധവേട്ടനെ തിരിച്ചു കിട്ടുമോ, അതോ എനിക്കൊരു കുഞ്ഞിനെ കിട്ടുമോ, ഞാൻ എന്തിനു ജീവിക്കണം എന്നുള്ള രീതിയിലൊക്കെ പറയാം. അപ്പം മനസ്സിന് പറയും, വേറൊന്നും ചെയ്യരുത് മോളെ എന്ന് പറയും. പിന്നീട് അവർ റൂമിലേക്ക്. അപ്പം മാധവനോട് പറയും, നിൻ്റെ ഭാര്യ നിനക്ക് നിലത്ത് നിർത്താൻ പറ്റത്തില്ല, നീ ഇറക്കി വിടാനൊക്കെ പറയുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്ന സ്കൂളിൽ നിന്ന് നേരെ ചെല്ലുമ്പോൾ മമ്മി എന്നും വിളിക്കുകയാണ് നമ്മുടെ രചന അപ്പോൾ ഓടി വരുന്നു. എന്താ മോനെ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ സ്കൂളിൽ നടന്ന കാര്യങ്ങളൊക്കെ അറിയിക്കുകയാണ്. അപ്പോൾ അവൾക്ക് മനസ്സിലാവുന്നുണ്ട് ആദിക്ക് ചിപ്പിയോട് ഇഷ്ടമുണ്ട്, അതുപോലെ ചിപ്പിക്ക് തിരിച്ചുകൊണ്ട് അവൻ എൻ്റെ മോളെ ഇങ്ങോട്ട് കൊണ്ടുവരും എന്നുള്ളത്. അപ്പോൾ തന്നെ ആകാശം ഇറങ്ങി വരികയാണ്. അപ്പോൾ ആകാശ് ആദ്യയോട് പറയും, മോനെ പോയി ഡ്രസ്സ് മാറാൻ പറയും. അങ്ങനെ രചനയോട് പറയും, ഇങ്ങനെ മാത്രം നിന്നാൽ പോരാ, അവളുടെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് പോയി കാണണം അവളെ, എന്നാൽ മാത്രമേ നിൻ്റെ അടുത്തേക്ക് വരികയുള്ളൂ. അങ്ങനെ മഹേഷിന് ഏറ്റവും വലുത് ചിപ്പി തന്നെയാണ്. ആ ചിപ്പിയെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇഷിതയും മഹേഷും തമ്മിൽ പിരിയും, അതാണ് എനിക്ക് വേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ രചന പറയും, എനിക്കും അതാണ് വേണ്ടത്, പിന്നെ മഹേഷ് എന്ത് ചെയ്യുന്നു എനിക്ക് കണ്ടറിയണം എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ്. അങ്ങനെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ ചിപ്പിയുടെ അടുത്ത് നമ്മുടെ രചന പോകുന്നതും ഇതൊക്കെ ഇഷിതയും കാണുന്നതും ഇഷിതയ്ക്ക് സങ്കടമാകുന്നതൊക്കെ സീനുകളൊക്കെ ഉണ്ട്. പിന്നീട് നമ്മുടെ ഇഷിതയുടെ അച്ഛൻ രാമൻ്റെ അടുത്ത് ചെന്ന് കല്യാണക്കാരെയൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നീട് അതുപോലെ കൈലസ്വാമികളുടെ എൻട്രി ഒക്കെ ഉണ്ട്. അപ്പോൾ എന്താകുമെന്ന് നാളത്തെ എപ്പിസോഡ് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.